പർച്ചേസും ഗിഫ്റ്റ് കൊടുക്കാനുള്ള പർച്ചേസും അങ്ങനെ എങ്ങനെ പർച്ചേസുകൾ നീണ്ടു പോവുകയാണെന്ന് അറിയാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഹലോ, വെൽക്കം ബാക്ക് ടു നെസ്ഫ വ്ലോഗ്സ്. ഇത് എന്താണ് സംഭവം എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? യെസ്, നമ്മുടെ കൊല്ലം കല്യാൺ സിൽക്സിൽ 4th ലക്കി ഡ്രോ നടക്കുകയാണ്. അപ്പോൾ ആരാണ് ആ 25 പവൻ സ്വർണം സ്വന്തമാക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കണ്ടു നോക്കാം. സോ അതേപോലെ തന്നെ സ്കൂട്ടർ ഇതൊക്കെ ആർക്കാണ് കിട്ടുന്നതെന്നുള്ളതും കൂടി നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ദേ ഇവിടെ കൂപ്പൺസ് ഒക്കെ കൊണ്ടുവന്ന് സെറ്റ് ആക്കുകയാണ് നറുക്കെടുക്കാനുള്ള. അപ്പോൾ ഇതിലേക്ക് വരുന്നത് നമ്മുടെ മേയർ ഹണി ബെഞ്ചമിൻ മാം, ആൻഡ് ദെൻ ഇരപുരം MLA നൗഷാദ് MLA സാർ, ആൻഡ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ അനിൽകുമാർ സാറൊക്കെയാണ് അപ്പം ഇതിൽ പങ്കെടുക്കുന്നത്. സോ അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു വ്യൂസൊക്കെ കണ്ടു നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആരാണ് ഈ വിജയിനൊക്കെ കാണാനായിട്ട്. സോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഇതാ ഈ ലക്കി ഡ്രോയിലേക്ക് ഇവിടെ എല്ലാവരും വന്ന് ഇരിപ്പുണ്ട് കേട്ടോ, ഇതെല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട്. ഞാനും അവരോടൊപ്പം തന്നെ കൗതുകത്തോടു കൂടി ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ഇവിടെ റിപ്പോർട്ടേഴ്സൊക്കെ തന്നെ ഉണ്ട്. ഞാൻ അവരുമായിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. ആൻഡ് ദെൻ നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് നമുക്ക് വരാം. സോ ഫസ്റ്റ് തന്നെ വന്നത് നമ്മുടെ മേയർ ഹണി ബെഞ്ചമിൻ മാം ആണ്. അതിനുശേഷം നമ്മുടെ ഇരപുരം MLA നൗഷാദ് സാറൊക്കെയാണ് വരുന്നത്. സോ അപ്പോൾ അതിൻ്റെ വ്യൂസ് നമുക്ക് കാണാം. ഹണി മാമും എക്സൈറ്റഡ് ആണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ നിരവധി സമ്മാനങ്ങളാണ്, 2 കോടിയുടെ സമ്മാനങ്ങളാണ് ഈ 4 ആഴ്ചകളിലായിട്ട്. ഇതാണ് നമ്മുടെ കൊല്ലമാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അല്ലെ. ലാസ്റ്റത്തെ ഇവിടെ എടുക്കാം. അപ്പൊ മാമും അതിലൊരു പാർട്ടായാലും നമുക്ക് അത്രയും സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് സമ്മാനങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ലൈവായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന മച്ച് അവൈറ്റഡ് മൊമെന്റ്, നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട ഇരവിപുരം MLA ശ്രീ M നൗഷാദ് സാറും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൃദയം നിറഞ്ഞ നന്ദി അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വീകരിക്കുകയാണ്. വെൽക്കം സർ. അപ്പോൾ 4 വിശിഷ്ട വ്യക്തികളും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ സർ? നമ്മളെല്ലാവരും കുറച്ചധികം നേരമായിട്ട് ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വന്നിട്ട് നമുക്ക് ഈ ലക്കി ഡ്രോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വൺസ് അഗെയിൻ ഒഫീഷ്യലി നമ്മളെല്ലാവരും നിൽക്കുന്ന ഈ ഒരു വേദി കല്യാൺ സിൽക്സിന്റെ ഓണക്കോടിക്കൊപ്പം 2 കോടി എന്ന സമ്മാന പദ്ധതിയുടെ 4ാമത്തെ ആഴ്ചയിലെ ഭാഗ്യശാലികളെ പ്രഖ്യാപിക്കാനാണ്. നല്ലൊരു കൈഡി എന്തേ ശബ്ദം പറയട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ നമ്മുടെ പാലസ് റോഡിലുള്ള തൃശ്ശൂരിലുള്ള കല്യാൺ സിൽക്സിൽ നിന്നും നമ്മൾ വിന്നേഴ്സിനെ പ്രഖ്യാപിച്ചു. 2ാമത്തെ ആഴ്ചയിൽ എറണാകുളം, 3ാമത്തെ ആഴ്ചയിൽ കാലിക്കറ്റ്, ആൻഡ് 4th വീക്ക് നമ്മുടെ സ്വന്തം കൊല്ലത്ത് ഇതാ നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. അപ്പോൾ വിത്തൗട്ട് എനി ഏഡു ഒഫീഷ്യലി നമ്മുടെ വിശിഷ്ട വ്യക്തികളെ ഞാൻ ഒന്നും കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ലം മേയർ ശ്രീമതി ഹണി ബെഞ്ചമിൻ മാമിനെ ഒഫീഷ്യലി ഔപചാരികമായിട്ട് ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് പുട്ട് അവർ ഹാൻഡ്സ് ടുഗദർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. നമ്മുടെ കൈ ബഹുമാനത്തോടു കൂടി ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. പ്രത്യേക ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, പ്രത്യേക ഒഫീഷ്യൽ ഇൻവൈറ്റ് വേണ്ട. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കല്യാൺ സിൽക്സിന്റെ CEO ബഹുമാനപ്പെട്ട അനിൽ സാറിനെ കൂടെ ഒഫീഷ്യലി വൺസ് അഗൈൻ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഐശ്വര്യമായിട്ടൊരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മുടെ കല്യാൺ സിൽക്സിന്റെ ഓണക്കോടിക്കൊപ്പം 2 കോടി എന്ന സമ്മാന പദ്ധതിയുടെ വിജയെ പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങുന്നതിന് മുന്നേ പ്രാർത്ഥനയാണ്. കാവേരി, കൈൻഡ്ലി പ്ലീസ് കം ടു ദ സ്റ്റേജ് ഫോർ ദ പ്രയർ. കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടും ഈശ്വരങ്ങൾ കീർത്തനങ്ങളാക്കണേ.
നല്ലൊരു പ്രയർ സോങ് ആയിരുന്നല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിനെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മുടെ മേയർ ഹണി മാമിൻ്റെയും അതേപോലെ തന്നെ MLA നൗഷാദ് സാറിൻ്റെയും ഒക്കെ അതേപോലെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അനിൽകുമാർ സാറിൻ്റെയൊക്കെ ചെറിയൊരു സ്പീച്ചും കൂടി ഉണ്ടായിരുന്നു. കല്യാൺ സിൽക്കിൻ്റെ മാനേജ്മെന്റ് സ്റ്റാഫുകൾ, ജീവനക്കാർ, പ്രിയമുള്ളവരെ, ഓണക്കോടിക്കൊപ്പം 2 കോടി. അത് 34 ഷോറൂമാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 24 സ്ഥലങ്ങളിലെ കസ്റ്റമേഴ്സിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 4 ആഴ്ചയായിട്ടാണ്, അതിൽ അവസാനത്തെ ആഴ്ചയാണ്. ബാക്കി 3 ആഴ്ചയിലെ ബമ്പറുകളൊക്കെ കഴിഞ്ഞു. സംസാരിക്കാനായിട്ട് എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ കൊല്ലത്തിൻ്റെ ആരാധ്യയായ മേയർ ശ്രീ കനി ബെഞ്ചമിൻ അവർ, നമ്മുടെ ഏറ്റവും ജനകീയനായിട്ടുള്ള MLA ശ്രീ നൗഷാദ് അവർ, ഇതിൻ്റെ CEO ശ്രീ അനിൽ, ശ്രീ ബിജു, ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ മാധ്യമപ്രവർത്തകർ, ഇതിൻ്റെ സ്റ്റാഫ്, എല്ലാവർക്കും നമസ്കാരം. സുദീർഘമായ പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓണക്കോടിക്കൊപ്പം 2 കോടിയും എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൂടെ കൂടുതൽ സേവനങ്ങൾ, മെച്ചപ്പെട്ട സേവനങ്ങൾ ഈ കസ്റ്റമേഴ്സിന് നൽകുക എന്ന് പറയുന്ന കല്യാണിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അത് കൂടുതൽ അവസരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ, അതുപോലെ തന്നെ കൂടുതൽ മെച്ചപ്പെട്ട സേവനം പൊതുസമൂഹത്തിന് നൽകാൻ കല്യാണിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു. അപ്പോൾ ദേ നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷം വന്നിട്ട് പോയി. അപ്പോൾ ദേ ലക്കി ഡ്രോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ദേ എല്ലാ ബോക്സസും വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. സോ എൻ്റെ വ്യൂവേഴ്സും ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവർക്ക് ഇത് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. സോ അപ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടും ഈ ഒരു നറുക്കെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ദേ നല്ല അടിപൊളിയായിട്ടും എല്ലാം അറേഞ്ച് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ കൂപ്പൺ ദേ ആരാണ് ആ ഭാഗ്യശാലി എന്നൊക്കെ ഉള്ളത്, ആ കൂപ്പൺസിൽ നിന്നും ദേ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ അർഹിക്കപ്പെട്ടവർക്ക് മാത്രമേ ഞങ്ങൾ സമ്മാനം കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരുകൾ ഇവിടെ നമ്മൾ. സോ ആദ്യത്തെ എടുത്തത് തിരുവല്ല ഷോറൂമിൽ ഓഗസ്റ്റ് 29 സ്കൂട്ടർ വിന്നർ രൺദീപ് പിള്ളയുടെ നെയിമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് സൗണ്ട് കേൾപ്പിക്കാൻ പറ്റാഞ്ഞേ. ഷിൻസൺ ആണ് 30-ാം തീയതിയിലെ ഭാഗ്യശാലി. കുന്നംകുളം ഷോറൂം ഷിൻസൺ ഈസ് ദ വിന്നർ. ആൻഡ് നമ്മുടെ ഇത് 31 ഓഗസ്റ്റ് 31 വിന്നർ ഈസ് പ്രസാദ് പി ആണ്. തൊടുപുഴ ഷോറൂമിൽ നിന്നും പ്രസാദ് പി ആണ് നമ്മുടെ വിന്നർ ആയിട്ടുള്ളത്. സോ കൺഗ്രാറ്റുലേഷൻസ് പ്രസാദ് പി. ആൻഡ് മാധവൻ ഫ്രം തിരുവനന്തപുരം ഷോറൂമിൽ നിന്നും മാധവൻ പേര് ഫോൺ നമ്പർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. സോ ഇതിന് നമുക്ക് ലാസ്റ്റ് കോൾ ചെയ്യാം. ആൻഡ് ഫൈനലി നമ്മൾ 3 പേരെ എടുത്തു കഴിഞ്ഞു. ഓക്കെ, 4 എടുത്തു. ഇനി നമുക്ക് 3 ആണ് എടുക്കാനുള്ളത്. അങ്ങനെ വീണ്ടും നമ്മുടെ ഹണി മാമും നൗഷാദ് സാറും ഡാനിയൽ സാറും കൂടെ തകർത്ത് അടുത്ത ഭാഗ്യശാലി ഹോണ്ട ആക്റ്റീവ ലഭിക്കാൻ പോകുന്ന മറ്റു 3 ഭാഗ്യശാലികളെ നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ പോവാണ്. ഏത് ഷോറൂമിൽ നിന്നാണ് പർച്ചേസ് ചെയ്തതിൽ നിന്ന് നമുക്കിപ്പോ അറിയാൻ പറ്റുന്നതാണ്. ആൻഡ് ഹണി മാം എടുത്തത് സെപ്റ്റംബർ 2-ാം തീയതിയിലെ വിന്നർ പ്രസി ബാബു ഫ്രം ചാലക്കുടി. പ്രസി ബാബു, കൺഗ്രാറ്റുലേഷൻ. നൗഷാദ് സാർ, ഇത് നൗഷാദ് സാർ അനൗൺസ് ചെയ്യുന്നോ? ധന്യ ഫ്രം കൊല്ലം. അങ്ങനെ നമ്മുടെ കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത്. കൊല്ലത്ത് നിന്ന് ധന്യക്കാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഫൈനലി അനിൽ സാർ എടുത്ത ആള് ഗണേഷ് ഫ്രം ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ നിന്നുള്ള ഗണേഷ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ 7 ഭാഗ്യശാലികൾ ഹോണ്ട ആക്റ്റീവ, അതായത് ഓഗസ്റ്റ് 29, ഓഗസ്റ്റ് 30, 31, സെപ്റ്റംബർ 1, 2, 3, 4 ഭാഗ്യശാലികളെ നമ്മൾ ഇവിടെ ഔപചാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കാത്തിരിക്കുന്ന അടുത്ത 3 ഭാഗ്യശാലികൾ, മാരുതി സുസുക്കി ബലേനോ ലഭിക്കാൻ പോകുന്ന 3 ഭാഗ്യശാലികൾ
ഭാഗ്യശാലികളെ ഒരുമിച്ച് ഒരിടത്തേക്ക് നമ്മൾ മാറ്റുകയാണ്. ആൻഡ് ഇതാണ് 3 ഭാഗ്യശാലികൾ. ഈ 3 ഭാഗ്യശാലികൾ ആണ് മാരുതി സുസുക്കി ബലേനോ സ്വന്തമാക്കാൻ പോകുന്നത്. ഒരു വാഹനം, അതിന്റെ ഒരു സൈക്കിൾ ആയാലും സ്കൂട്ടർ ആയാലും എന്തായാലും നമുക്ക് കിട്ടുക, സ്വന്തമാക്കുക എന്ന് പറയുന്നത് ആരുടെയും ഒരു ഡ്രീം ആയിരിക്കും അല്ലെ. അതും നമുക്ക് തികച്ചും സൗജന്യമായിട്ട് സമ്മാനമായിട്ട് കിട്ടുക എന്ന് പറയുന്നത് അതിനേക്കാൾ അപ്പൊ ദേ അടുത്തോ ബലേനോ കാറിലേക്കുള്ള ആ ഒരു നറുക്കെടുപ്പിന്റെ ഇതിലേക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. നൗഷ സാർ കോരി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിന് അകത്ത് കയറി സത്യം പറഞ്ഞാൽ എടുക്കേണ്ടി വരും തോന്നുന്നല്ലേ. അതെ, എന്തായാലും നൗഷ സാർ ഒന്ന് എടുത്തേ പറ്റൂ. അപ്പോ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ എവിടെന്നെങ്കിലും ഒക്കെ എടുത്ത് വരിച്ച് വാരിയൊക്കെ ഇട്ട് നമ്മൾ ലാസ്റ്റ് ഒരെണ്ണം എടുക്കുന്നതായിരിക്കും. അപ്പൊ അനു സാർ ഒരെണ്ണം എടുത്തു, നൗഷ സാർ ഒരെണ്ണം എടുത്തു. കാറിന്റെ ഓണേഴ്സ് ഇവരുടെ രണ്ടുപേരുടെയും കയ്യിലായി കഴിഞ്ഞു. ഹണി മാമിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കയ്യിൽ കിട്ടിയ കൂപ്പൺ, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടൊരു കൂപ്പൺ എടുത്തു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഹണി മാമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഉഷാകുമാരി എന്നാണോ എഴുതിയിരിക്കുന്നത്? ഉഷാകുമാരി ഫ്രം ആറ്റിങ്ങൽ. ഉഷാകുമാരി ഫ്രം ആറ്റിങ്ങൽ. മാരുതി സുസുക്കി ബലേനോയുടെ ഭാഗ്യശാലി, ഒന്നാമത്തെ ഭാഗ്യശാലി. വിജിൽ TS, പാലസ് റോഡ് തൃശൂർ. വിജിൽ PS, കൺഗ്രാറ്റുലേഷൻസ്, ആൻഡ് ഹി ഫ്രം പാലസ് റോഡ് തൃശൂർ. വീണ്ടും ആറ്റിങ്ങലിൽ നിന്നും ബിജു കൃഷ്ണ. ബിജു ചേട്ടാ, കൺഗ്രാറ്റുലേഷൻസ് ഫ്രം ആറ്റിങ്ങൽ. അപ്പൊ 3 ഭാഗ്യശാലികളെ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ എല്ലാരും കാത്തിരുന്ന ആ ഒരു ഒറ്റ ഭാഗ്യശാലി. 25 പവൻ 25 പവൻ സ്വർണം ലഭിച്ച ഭാഗ്യശാലി ആരാണ് എടുക്കാൻ പോകുന്നത്? ഹണി മാം. ഹണി മാം, അതെ, ഹണി മാം ആണ് എടുക്കാൻ പോകുന്നത്. ഹണി മാം നല്ല രീതിയിൽ ഷഫിൾ ചെയ്തിട്ട് ഏറ്റവും അർഹിക്കപ്പെട്ട കൈകളിലേക്ക് 25 പവൻ സ്വർണം കിട്ടട്ടെ. അതിനൊരു ആവശ്യം അവർക്ക് ഉണ്ടായിരിക്കട്ടെ. അപ്പൊ അവർക്ക് ഡബിൾ ട്രിപ്പിൾ സന്തോഷമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഹണി മാമിന് ടെൻഷൻ അല്ലെ, ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്കാരെക്കാളും ടെൻഷനാണ് എടുക്കുന്ന ആൾക്കാർ. ഹണി മാം പ്രാർത്ഥിച്ചുകൊണ്ട് എടുത്തോളൂ, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എടുക്കണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. അതെ, ദ ലക്കി വിന്നർ ഈസ് ഫ്രം കോട്ടയം, സുമ ജോസ്. ആൻഡ് ദ കൂപ്പൺ നമ്പർ ഈസ് 0073900. സുമ ജോസ് ഫ്രം കോട്ടയം. കൺഗ്രാറ്റുലേഷൻസ്. 25 പവൻ സ്വർണ്ണമാണ് സുമ ചേച്ചിക്ക് കിട്ടിയിട്ടുള്ളത്. സുമ ചേച്ചി ഇപ്പൊ ലൈവ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ ഡാൻസ് കളിച്ച് അടക്കായിരിക്കും. അപ്പൊ എനിവേ സുമ ചേച്ചി നമുക്ക് കോൾ ചെയ്ത് പറയേണ്ടതാണ്. എനിവേ സുമ ചേച്ചി കോൾ എടുക്കുമെന്ന് നമുക്ക് നോക്കാം അല്ലേ. ആൻഡ് യെസ്, ലെറ്റ്സ് വെയിറ്റ്. നമ്മൾ മൈക്ക് കണക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം റെസ്പോൺസ്. ഹലോ, സുമ ജോസിന്റെ നമ്പറാണോ ഇത്? കല്യാൺ സിൽക്സ് എന്നാണ് വിളിക്കുന്നത്. ഈ സുമ ജോസ് ആരാ? എന്താ ചോദിച്ചേ? ആ, വന്നിട്ടായിരുന്നു അല്ലേ? അപ്പൊ എന്തോ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കൊല്ലത്ത് വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ കൊല്ലത്ത് വെച്ചാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. നമ്മുടെ ഇരവിപുരം MLA ശ്രീ നൗഷാദ് സാർ ഉണ്ട്, നമ്മുടെ ഇവിടുത്തെ മേയർ ഹണി ബെഞ്ചമിൻ മാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. എന്ത് ഗിഫ്റ്റ് ആണെന്നുള്ളത് മാഡം തന്നെ പറയും. എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടോ? കുറച്ചും കൂടി ഒരല്പം കൂടി വലിയ ഗിഫ്റ്റ് കിട്ടിയ കുഴപ്പമുണ്ടോ? എന്താ ചെയ്യുന്നത്? എന്ത് ജോലിയായിരുന്നു സാറ്? ഞാൻ ഗൾഫിലായിരുന്നു പറഞ്ഞാൽ അതിൽ ഞാൻ മെട്രിയിലായിരുന്നു. വീട്ടിൽ പിള്ളേരൊക്കെ കോട്ടയം വളർത്താൻ. അത് ശരി. ഹലോ, മറ്റേ ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റി ഒന്നും ചെയ്തിട്ടില്ലല്ലോ? അല്ല, പറയുമ്പോ ഇനി അറ്റാക്ക് ഒന്നും വരാതിരിക്കാൻ. അപ്പൊ കൊച്ചുമക്കളുണ്ടാ?
മക്കളെയൊക്കെ അയച്ചോ? കൊച്ചുമക്കൾ ഒന്ന് ഓസ്ട്രേലിയയിൽ ഒന്ന് UK യിലുവാ. ആന്നോ? അത് ശരി. മക്കളാ? എനിക്ക് മക്കൾ 2 ആമ്പിളേരേ ഉള്ളൂ. അവർ വിളിക്കും. ഒന്ന് ഓസ്ട്രേലിയ, ഒന്ന് UK. ആന്നോ? അന്ന് മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും കൊടുക്കാനേ മേയറിപ്പോട് നറുക്കെടുത്തപ്പം നിങ്ങൾക്ക് ലഭിച്ചത് 25 പവനാണ്. 25 പവൻ. അപ്പൊ ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ. ആ അങ്ങ് കിട്ടും, വിഷമിക്കാതെ. സാർ കോട്ടയം ഷോറൂമിൽ എടുത്തിട്ടുണ്ടായിരുന്നു. നേരെ അവിടുത്തെ സ്റ്റോർ മാനേജറായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. കൂപ്പണും കൊണ്ട് സ്റ്റോർ മാനേജറായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ആരോ അപ്പുറത്ത് എന്തോ പറയണ്ടല്ലോ, വൈഫാണോ? കല്യാണിന്റെ ഞങ്ങൾ വേറെ മൊബൈലിൽ കണ്ടായിരുന്നു. ലൈവ് കാണാമെന്ന് പറഞ്ഞാലും കണ്ടില്ല. ആ ലൈവ് ഉണ്ട്, കണ്ടോളൂ. ലൈവ് കാണുന്നില്ല. ലിങ്ക് അയച്ചു തരാം, ലിങ്ക് ഇപ്പൊ അയച്ചു തരാം കേട്ടോ. ഓക്കെ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. താങ്ക് യു. അപ്പൊ സുമ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഒരു വലിയ കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. അപ്പൊ ലൈവ് കാണുമ്പോൾ നമ്മുടെ സ്നേഹം കൂടെ അറിയിക്കുകയാണ്. ആൻഡ് നമുക്ക് നമ്മുടെ ഒഫീഷ്യലി ഉള്ള ലക്കി ഡ്രോസ് ഇനി നമുക്ക് കുറച്ച് വൗച്ചേഴ്സിന്റെ ഉണ്ട്. അത് നമുക്ക് ഇവരുടെ സമയപരിമിതി മൂലം ഇവരെ നമുക്കൊന്ന് യാത്രയാക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു ഗിഫ്റ്റ് വൗച്ചേഴ്സിന്റെ ലക്കി ഡ്രോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ സ്വന്തമാക്കിയ ഒരു മഹത് വ്യക്തിയാണ് നമ്മളുടെ കൂടെ നിൽക്കുന്ന ശ്രീ അനിൽകുമാർ സർ. അപ്പൊ അദ്ദേഹത്തെ ഈ ഒരു മനോഹരമായിട്ടുള്ള വേദിയിൽ വെച്ചിട്ട് കല്യാൺ സിൽക്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്നേഹാദരവ് നൽകാനായിട്ട് ഈ ഒരു പൊന്നാട ഞങ്ങളുടെ ആസ് എ ടോക്കൺ ഓഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഞങ്ങൾ നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട CEO കല്യാൺ സിൽക്സ് അനിൽ സാറിനെ ഈ ഒരു ചടങ്ങ് നിർവഹിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഈ അനിൽ സാറിനും ബഹുമാനപ്പെട്ട SHO അനിൽ സാറിനും ഒരു വലിയ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സോ വൺസ് അഗെയിൻ ഹണി മാം, നൗഷദ് സർ ആൻഡ് അനിൽ സർ, നിങ്ങളുടെ വിലയേറിയ സമയം, പ്രത്യേകിച്ച് ഈ ഒരു ഓണ ടൈമിൽ നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് തന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി നമ്മുടെ എൻറ്റയർ കല്യാൺ സിൽക്സിന്റെ ടീമിന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. അപ്പൊ എന്തായാലും അവർ വന്ന സ്ഥിതിക്ക് നമുക്കൊരു ഫോട്ടോ കൂടെ എടുത്തിട്ട് വിടാം. അപ്പൊ ബഹുമാനപ്പെട്ട കല്യാൺ സിൽക്സിന്റെ CEO എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ കൂടെ എടുത്തതിന് ശേഷം നമുക്ക് അവരെ ഒന്ന് ഫ്രീ ആക്കാം. കാര്യം അവരെല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്, അവർക്ക് പലയിടത്തും മീറ്റിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അവരെ യാത്രയാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി കുറച്ച് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഇവിടെ എടുക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് സമാധാനമായിട്ട് ഇതിന് ശേഷം എടുക്കാം. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഹണി മാം, താങ്ക് യു സോ മച്ച് നൗഷദ് സർ, താങ്ക് യു സോ മച്ച് അനിൽ സർ ഓൺ ബിഹാഫ് ഓഫ് എനിവേ. നമുക്ക് അനിൽ സാർ തിരിച്ച് ജോയിൻ ചെയ്തതിന് ശേഷം ഈ ഒരു ഗിഫ്റ്റ് വൗച്ചേഴ്സ് പ്രഖ്യാപിക്കാം. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാഗ്യശാലികളെ നമ്മളിവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹോണ്ട ആക്റ്റീവ നമ്മൾ 7 പേർക്ക് നൽകി കഴിഞ്ഞു. അവരുടെ പേരൊക്കെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. കൂടാതെ നമ്മുടെ ബലേനോ, മാരുതി സുസുക്കി ബലേനോ 3 ഭാഗ്യശാലികളെ പേര് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. 25 പവൻ സ്വർണം കിട്ടിയ സുമ ചേച്ചിയെ ഹസ്ബൻഡിനെ നമ്മൾ ഡയറക്ട്ലി വിളിച്ച് നമ്മുടെ സ്നേഹവും കൺഗ്രാജുലേഷൻസും ഒക്കെ അറിയിച്ചു കഴിഞ്ഞു. അപ്പൊ അനിൽ സർ നമ്മുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് എനിവേ നമ്മുടെ ഇവിടുത്തെ വിശിഷ്ട അതിഥികൾ പോലെ തന്നെയാണ് നമ്മുടെ കസ്റ്റമർ ഈസ് അവർ കിങ്. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിനെ കൊണ്ടാണ് നമുക്ക് വേഗം ഒന്ന് ഗിഫ്റ്റ് വൗച്ചേഴ്സ് എടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ചേട്ടാ ഒരെണ്ണം എഴുതോളൂ. പിന്നെ എന്താ ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരൊക്കെ ഒരുപാട് പേരുണ്ട്. എങ്ങനെയെങ്കിലും കഷ്ടപ്പാട് തന്നെ അല്ലേ ഈ ഒരു ബോക്സിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഇവിടെ അനൗൺസ് ചെയ്യാണ്. അനിൽ സാർ ഞാൻ അനൗൺസ് ചെയ്യട്ടെ. ആൻഡ് കാഞ്ചന മനോഹരൻ ഫ്രം വടകര. ആദ്യത്തെ ഗിഫ്റ്റ് വൗച്ചറിന്റെ വിന്നറാണ് കാഞ്ചന മനോഹരൻ ഫ്രം വടകര. ആ ഗ്രീൻ ചുരിദാറിന്റെ ചേച്ചി കൂടി വരും. ഇങ്ങനെ എല്ലാവരും തള്ളിവിടെയാണ് പോകുന്നു പറഞ്ഞത്. നിങ്ങൾക്ക് ഒന്നും എടുക്കാൻ കേട്ടോ, എനിക്ക് ആരും പേര് മെൻഷൻ ചെയ്യാറില്ല, അതുകൊണ്ടാണ്. അപ്പൊ ആന്റി ഇങ്ങനെ നോക്കുകയാണ് ഇതിൽ ഏതാണ്. നമ്മൾ മറ്റേ വെജിറ്റബിൾ കടയിലൊക്കെ പോകുമ്പോ ഇത് കൊള്ളാവോ? ആ ആൻറ്റി എടുത്തത് സംഗീത് ജോഷി ഫ്രം തൃശ്ശൂർ ആയിരുന്നു കേട്ടോ. മ്യൂസിക് കൂടി വരുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് പേരൊക്കെ വന്നിട്ട് കൂപ്പൺസിൽ നിന്നും ഗിഫ്റ്റ് വൗച്ചേഴ്സിൻ്റെ ആ ഒരു വിജയികളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ബിനുകുമാരി RS ഫ്രം ആറ്റിങ്ങൽ, ബിനുകുമാരി RS ഫ്രം ആറ്റിങ്ങൽ, ഷീജ VS ഫ്രം തൃശ്ശൂർ, ഹന്ന തെരേസ ഫ്രം എറണാകുളം, നവമി G നായർ ഫ്രം
തിരുവല്ല. നവമി ജി നായർ ഫ്രം തിരുവല്ല. നയന സി ജസൻ ഫ്രം ചാലക്കുടി. നയന സി ജസൻ ഫ്രം ചാലക്കുടി. രാജേഷ് ഫ്രം പാലക്കാട്. രാജേഷ് ഫ്രം പാലക്കാട്. താങ്ക് യു സോ മച്ച് ചേച്ചി. നീതു ഫ്രം ട്രിവാൻഡ്രം. നീതു ഫ്രം ട്രിവാൻഡ്രം. ശ്രീവിദ്യ SR ഫ്രം കൊല്ലം. കൊല്ലത്ത് നിന്ന് ശ്രീവിദ്യ ചേച്ചിക്ക് ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിട്ടുണ്ട്. ആൻഡ് തൃശൂർ നിന്നും തങ്കമ്മ ചേച്ചി ഫ്രം തൃശൂർ. ദീപക് ഫ്രം പയ്യന്നൂർ. ആശാകുമാരി ഫ്രം കോട്ടയം. നിങ്ങൾ ഈ ഒരു എടുക്കുന്ന സാധനം അവർക്ക് ഒരു വലിയ സന്തോഷമല്ലേ. KK ഷെരീഫ് ഫ്രം എറണാകുളം. ഒന്നുകൂടെ എടുക്കുന്നോ? ഷെരീഫ് ചേട്ടന് മാത്രം സമ്മാനം കൊടുത്താൽ മതിയോ? വേറെ ആരെങ്കിലും കൂടെ എടുത്തോ? അപ്പൊ ഞാനും ഈ കൂട്ടത്തിൽ കൂടി കൂപ്പൺസ് ഒക്കെ ഷഫിൾ ചെയ്തു. ഞാനും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ആർക്കാണ് ഗിഫ്റ്റ് വാച്ചൊക്കെ കിട്ടിയെന്നൊക്കെ ഉള്ളത്. നമ്മൾ ലാസ്റ്റ് എടുത്തത്. ആൻഡ് ഫൈനലി ആസാദ് വിപിൻ ഫ്രം കാലിക്കറ്റ്. ആലോചനയിലിരിക്കുന്ന ചേട്ടൻ വന്നെടുക്കുന്നില്ല. അപ്പോൾ ഇത് എൻ്റെ ഉമ്മയും പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാനായിട്ട് അപ്പം ഒരു സന്തോഷം അല്ലേ. ഇതിങ്ങനെ ഷഫിൾ ചെയ്ത് അതിൽ നിന്നെടുത്ത് നമ്മളാൽ ഇങ്ങനെ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ വിജയിനെ പ്രഖ്യാപിക്കുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ ഉമ്മയും പോയി എടുത്തു കൊടുത്തു. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ല. സോ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, ഈ കല്യാണിലെ സ്റ്റാഫും വന്ന് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റാഫ്സൊക്കെ എന്ന് പറയുന്നത് നല്ല കമ്പനിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്ലേസും കൂടി കല്യാൺ സിൽക്സ് ആവുന്നതും അതുകൊണ്ടാണ്. നല്ല കസ്റ്റമർ കെയറൊക്കെയാണ്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ.